ഹലോ, നമുക്കിന്ന് ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാൽ. നമ്മൾ യൂഷ്വലി ഈ ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ പായസം ഇതൊക്കെയല്ല ഉണ്ടാക്കാറ്. അതൊന്നുമല്ല, വേറെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ½ kg ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ഓറഞ്ചും റെഡ് ക്യാരറ്റും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്യാരറ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് അതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് ഓഫ് പാൽ ഒഴിച്ചു. പിന്നെ ഒരു ½ കപ്പ് പഞ്ചസാര ഇട്ടു. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി പിന്നെ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഒരു കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പാലടയൊക്കെ ഈസി ആയിട്ട് നമുക്ക് അരച്ചിട്ട് വരാവേ. യൂഷ്വലി നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിരിക്കുമല്ലോ ഡിഫിക്കൽട്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രോസസ്സൊന്നുമില്ല, അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാവേ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ക്യാരറ്റ് ഗീൽ അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇടയ്ക്കിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലോ ഭയങ്കര ലോ ഫ്ലെയിമിലോ ഇട്ട് വേവിക്കാൻ നിൽക്കേണ്ട. ഒരു 10 മിനിറ്റോളം അതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ½ കപ്പ് റവ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം. നൈസായിട്ടുള്ള റവ എടുക്കുന്നതായിരിക്കും നല്ലത്. നൈസായിട്ടുള്ളത് അല്ല നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് നൈസാക്കിയിട്ട് എടുത്തിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ½ സ്പൂൺ ഏലക്കായ പൊടിച്ചതും അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നമ്മൾ ഇതിൻ്റെ മധുരം നോക്കാം. മധുരം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ പിന്നെയും നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് എല്ലാവരും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം. ആ ഒരു ടെക്സ്ചർ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാൻ വേണ്ട. ഒരുവിധം നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉണ്ട് ഉരുട്ടാനായിട്ട് ആ ഒരു ലെവലിലാവുന്നത് വരെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവേ. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ചൂട് ഒരുവിധം മാറിയിട്ടാണ് നമുക്ക് കയ്യിൽ പിടിച്ച് ഉരുട്ടാവുന്ന രീതിയിലായിട്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരു നാരങ്ങയുടെ കുഞ്ഞു നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ചിലതൊക്കെ ഇങ്ങനെ നീളത്തിലുള്ള ഷേപ്പിലായിട്ടും എടുക്കുന്നുണ്ട്. ഉരുട്ടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് ഗീ ഒന്ന് പരട്ടിയിട്ട് ഉരുട്ടാൻ നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇടയ്ക്കിട്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എനിക്കിപ്പോൾ ഇത് വെച്ചിട്ട് ഇത്രയും ഉണ്ടകളും അതുപോലെ തന്നെ കുറച്ച് ഒരു 3-4 നീളത്തിലുള്ള പീസസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഒരു 3 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാലിൻ്റെ അളവ് നമ്മുടെ കയ്യിൽ എത്ര ബോൾസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് പിന്നെ കൂടുതൽ പാൽ വേണമെങ്കിൽ അതിനനുസരിച്ചും നമുക്ക് കൂടുതൽ പാൽ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു പാലൊന്ന് നന്നായിട്ട് തിളക്കേണ്ട ഇച്ചിരി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലോർ ആയാലും മതി. അതെടുത്തിട്ട് ഒരു 1/4 കപ്പ് പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ½ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മിൽക്ക് മെയ്ഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ½ കപ്പ് പഞ്ചസാര ഇട്ട് നോക്കാം. മധുരം കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കുറച്ചൊന്ന് പാൽ വറ്റിക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ബോൾസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ബോൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ബോൾസ് ആഡ് ചെയ്തിട്ട് 1-2 മിനിറ്റ് അത്രയ്ക്ക് മതി. പിന്നെ അതിലേക്ക് മുകളിലേക്ക് വേണമെങ്കിൽ ഡെക്കറേഷനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കുമ്പോൾ ഇത്രയും വെള്ളമായിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി ഒന്ന് ചൂടാറുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങളിത് കുറച്ച് നേരം ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. സോസൊക്കെ ഒന്നും കൂടി കട്ടിയായിട്ട് കഴിക്കാനായിട്ട് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് ഞാനായിട്ട് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലല്ല, ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള ടെക്സ്ചറാണ് ഇങ്ങനെ. ഇതിപ്പോൾ സോസൊക്കെ ഒന്ന് ആ ലൂസൊക്കെ പോയിട്ട് ഒന്ന് കട്ടിയായിട്ട് ഈ ഫോമിൽ വരണം കേട്ടോ. അപ്പോൾ കഴിക്കാനാണ് ടേസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.